നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇത് സെക്കൻഡ് റീഡിങ്, ഇന്നത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിങ്. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം. ഓക്കെ, ആൻഡ് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഒരു നമ്മുടെ ഡിസംബർ എൻഡിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്ന് എന്ത് ആക്ഷൻ ആയിരിക്കും, എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ, എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പൈലൊന്നും വെക്കുന്നില്ല, സിംഗിൾ റീഡിങ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവരുടെ ഈ നെക്സ്റ്റ് 10 days ഉണ്ടോ എനിക്ക്. ഓക്കെ, നെക്സ്റ്റ് 1 week, അതായത് ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക. ഫീലിങ്സ്, world, okay, Knight of Pentacles, okay, 5 swords. ഇത് കാണുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഫീലിങ്സ് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾ തമ്മിൽ ഒരു സൈക്കിൾ എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. എനിവേ ഇപ്പോൾ ഡിസംബർ എൻഡ് ആവുകയാണ്, ഇയർ എൻഡ് ആവുകയാണ്. നിങ്ങൾ തമ്മിലുള്ളതും അതായത് നിങ്ങളുടെ ഇടയിലും ഉള്ള കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അതായത് ഇൻ ആൻഡ് ഔട്ടിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയില്ലേ, ഒരു മാറ്റം സംഭവിക്കാൻ പോകണം. ചില കാര്യങ്ങൾ അവസാനിക്കും, ആൻഡ് ചില കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിൽ അഗെയിൻ ഇവിടെ നമ്മൾ പറയില്ല, ഒരു സിറ്റുവേഷൻ കുറേ നമ്മളെ വേദനിപ്പിക്കും, കുറേ വിഷമിപ്പിക്കും, കുറേ ടെൻഷൻ തരും. നിങ്ങൾ വിചാരിക്കും എന്താ ഈ പേഴ്സൺ ഒന്നും പറയാത്തത്, അവർക്ക് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ കുറേ നമ്മളിങ്ങനെ ആ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ആ പാറ്റേൺ ഇനി മാറാൻ പോവുകയാണ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സൻ്റെ ഫീലിങ്ങിൽ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് അവരാഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഒരു പുതിയ തുടക്കം അവരാഗ്രഹിക്കുന്നു. സോ നിങ്ങൾ തമ്മിൽ ഇതുവരെ ഇൻ ആൻഡ് ഔട്ടോ അല്ലെങ്കിൽ ഇതുവരെ ഒരു കാരണം ഇവിടെ ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ഉണ്ട്, 5 Pentacles ഉണ്ട്. സോ മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് നിൽക്കുന്നു, നിങ്ങളെ തനിച്ചാക്കുന്നു എന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആ ഫീലിംഗിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വരാൻ ശ്രമിക്കുന്ന പോലെയാണ്. കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്, 5 and 5 ഉണ്ട് ഇവിടെ. നമ്പർ ഓഫ് ചേഞ്ച് ആണ് പറയുക നമ്മൾ. ഓക്കെ, സോ ഒരു ആക്ച്വലി ചില സമയത്ത് നമ്മൾ ഈ കാർഡിൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇതുവരെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് നിൽക്കുന്നു. ആൻഡ് നിങ്ങളുടെ പേഴ്സണ് അവർക്കും ആക്ച്വലി ഒരു നിങ്ങളെ അങ്ങനെ തനിച്ചാക്കിയിട്ടുണ്ടാവാം. അതിനൊക്കെ അവർക്കൊരു കുറ്റബോധമുണ്ട്, റിഗ്രറ്റ് ഉണ്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിന് അവർ ഗോസിപ്പ് കാണാം. മേ ബി നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണാം. നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. അങ്ങനെ പലതും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് ഇനി അതിനെല്ലാം മാറിയിട്ട് ഒരു പുതിയ തുടക്കം അവരാഗ്രഹിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ആ ന്യൂ ബിഗിനിങ്, ഒരു നല്ല ബിഗിനിങ് ആണ് വരുന്നത്. കാരണം ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് പെനക്കിൾസ് ആണ് കാണുന്നത്. കുറച്ചുകൂടി സ്റ്റേബിളായിട്ട്, കുറച്ചുകൂടി സ്റ്റഡി ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ആൻഡ് 8 of Wands ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ, മീറ്റിംഗ് എന്ന രീതിക്കാണ്. ആക്ച്വലി അഗെയിൻ വേൾഡ് നമുക്ക് ഡിസ്റ്റൻസ് എന്ന രീതിക്ക് പറയാം. നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും ദൂരെ ആയിരിക്കാം. സോ ബട്ട് ഇനി നിങ്ങൾ തമ്മിൽ ഇനി ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് ഒരു സ്റ്റഡി ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നൈറ്റ് ഓഫ് പെനിക്കിൾസ് പറയുമ്പോൾ എപ്പോഴും അവർ ഒരു വളരെ കുറച്ച് സ്ലോ എനർജിയാണ്. പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ചാടി ചെയ്യുന്നല്ലോ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ്. സോ ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കിൾസ് പറയുമ്പോൾ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ലോ ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് മെസ്സേജസ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രാവൽ എനിക്ക് കാണുന്നുണ്ട്. വേൾഡും 8 of Wands ഒക്കെ നമുക്ക് ട്രാവലിനെ കുറിച്ച് പറയാം. സോ മേ ബി നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് മേ ബി പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതിനൊക്കെ ഡിലേസ് ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിനി നടക്കും എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് പേർക്ക് നിങ്ങൾ ഇതുവരെ ഓരോ തവണയും നിങ്ങൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ നടക്കാതെ പോയി കാണാം. ബട്ട് ഇനി അതിന് ഡിലേ ഉണ്ടാവില്ല. ഓക്കെ നിങ്ങൾ തമ്മിലൊരു ഫാസ്റ്റ് മൂവിങ് എനർജി എന്ന് പറയാം. അത് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ അവർക്ക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ന്യൂ ബിൽഡിംഗ് ന്യൂ ലെവലിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി അവർ ഇമോഷൻസ് എന്ന രീതിക്കാണ് ഒന്ന് ചെക്ക് ചെയ്ത്. പ്രാക്ടിക്കലായിട്ടുള്ള തിങ്കിങ് ആണ് എനിക്ക് കാണുന്നത്. ഇമോഷൻസ്, King of Pentacles, Star, Fool. അഗെയിൻ സെയിം എനർജിയാണ് വരുന്നത് എനിക്ക്. ഹെർമിറ്റ് വളരെ സിമിലർ എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഓക്കെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ തമ്മിലിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. ഡബിൾ എനർജി കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലെ പേടികൾ, ഫിയേഴ്സ് ആയിരിക്കാം. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പലതും വേറെ ആരെങ്കിലും ഇടയിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചായിരിക്കാം. പിന്നെ പേഴ്സണിന് ധൈര്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടുള്ള പല ടെൻഷൻസും ആയിരിക്കാം. ഇവിടെ ഡബിൾ എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അഗെയിൻ ഞാൻ ഈ ന്യൂ സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ ഐ തിങ്ക് നമ്മുടെ ജനറൽ റീഡിങ്ങിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു. നിങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ നിങ്ങളൊന്ന് ഒരു ഉയർച്ച നിങ്ങളിൽ വരുന്ന പോലെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളൊരു ഗ്രോത്ത് വരുന്ന പോലെയാണ്. നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യാൻ പോകാറില്ല. ഓക്കെ മേ ബി അതായിരിക്കാം പേഴ്സണൽ ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ മേ ബി നിങ്ങളായിട്ട് മാറി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ അവരുടെ അടുത്ത് നിന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞു എന്നല്ല, ബട്ട് നിങ്ങളൊരു അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു അല്പം ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് അവർക്ക് നിങ്ങളെ ഇപ്പോൾ വളരെ സ്റ്റേബിളായിട്ടൊരു എനർജിയിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. എന്താ എന്നെ വിളിക്കാത്ത സംസാരിക്കാത്ത ഒന്നും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ല. ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ പേഴ്സണൽ മെച്യൂരിറ്റി വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ പേഴ്സണും അതേപോലെ മെച്യൂർഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ആ ഒരു മെച്യൂരിറ്റി വന്നു. നിങ്ങൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ഇമോഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാതെ നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ഇനി ആ പേഴ്സൺ നിങ്ങൾ അടുത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട തരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്ന പോലെയാണ്. ഓക്കെ അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ, പക്ഷേ ആ ഒരു ഗ്രോത്ത് നിങ്ങളിൽ കാണുമ്പോൾ പേഴ്സണും അതേപോലെ മെച്യൂരിറ്റി വരാൻ തുടങ്ങി. അവർ ഈ റിലേഷൻഷിപ്പിൽ ഇനി വേണമെങ്കിൽ അവരെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വേണം എന്നുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. അഗെയിൻ അതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആയിരുന്നു, അത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ടുണ്ട്. സോ അവരെ ഭാഗത്തു നിന്ന്, അത് ജെൻസ് ലേഡീസ് എന്നല്ല എനർജിയാണ് പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കാം. ഓക്കെ സോ ഇവിടെ പേഴ്സൺ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും അവർ പ്രോപ്പറായിട്ട് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോസിബിൾ ആയവർക്ക് നിങ്ങൾക്കൊരു മാരേജ് ഓഫർ അവർ തരാൻ സാധ്യതയുണ്ട്. സ്റ്റാർ ഉണ്ട്, സുപ്രതീക്ഷ. അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോപ്പ് ഉണ്ട്. എന്നിട്ട് ഓക്കെ നമ്മൾ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഇനി ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ അവർക്ക് ശരിക്കും ഒരു വിഷാണ് നിങ്ങൾ എന്ന രീതിക്ക് പറയാം. ഓക്കെ ഒരു ഹോപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ എന്ന് പറയാം. ഓക്കെ അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെ സ്റ്റാർ എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഫുൾ കാർഡ് അഗെയിൻ ന്യൂ ബിഗിനിങ് ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ വേൾഡും ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഇവിടെ ഫുള്ളും ന്യൂ ബിഗിനിങ് ആണ്. അവർ റിസ്ക് എടുത്തിട്ടായാലും ഇനി യെസ് എനിക്ക് വേണം ഈ റിലേഷൻഷിപ്പ് എന്ന് ചിന്തിച്ച് അവർ ഈ റിലേഷൻഷിപ്പിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവർ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് മാരേജ് പോസിബിൾ ആയവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾ മനസ്സിലാക്കുക അത് റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുക, സംസാരിക്കുക, റെഗുലറായിട്ട് സമയം തരിക, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ അതും പക്ഷെ അതിനൊക്കെ അതിൻ്റേതായ പരിമിതികളുണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. ഓക്കെ ബട്ട് അവർക്ക് ആഗ്രഹമുണ്ട്, അവരതിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അല്പം റിസ്ക് എടുക്കാൻ കൂടി തയ്യാറാണ്. ഓക്കെ നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു പുതിയ തുടക്കം ഇവിടെയും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് ഇതൊക്കെ. ഓക്കെ അവർ അല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ ഒരു ഇതൊന്നുമല്ല, സുപ്രഭാതത്തിൽ എല്ലാം മാറിയൊന്നുമല്ല. ഓക്കെ അവർ ചിന്തിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അവർ കുറച്ച് സെപ്പറേഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് മാറി നിന്നുണ്ടാവുക, അല്ലെങ്കിൽ സെപ്പറേഷനിലായിരുന്നു, സംസാരിച്ചിട്ടില്ല അധികം എന്നൊക്കെ. ആ ഒരു സെപ്പറേഷൻ ആക്ച്വലി അവർക്ക് കുറേ റിയലൈസേഷൻസ് കൊണ്ടുവരുന്ന പോലെയാണ്. ഓക്കെ അവരൊരുപാട് ആലോചിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ആൻഡ് അവർക്ക് യെസ്
വേണം എന്നവർക്ക് ഉള്ളിലുണ്ട്. ആൻഡ് അഗൈൻ ഒരു മെസ്സേജിൻ്റെ കാര്യമാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ ഒരു ഓഫർ ഓഫ് ലവ് എന്ന് പറയാം, ഒരു ഓഫർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് ഹായ് ഹലോ ഹൗ ആർ യു, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ. നിങ്ങൾ ഇമോഷണലായിട്ട് ആക്ച്വലി ഇവിടെ എനിക്ക് കാണാനില്ല. ഓക്കെ, ഇവിടെ കൂടുതൽ എനിക്ക് പ്രാക്ടിക്കലാണ് കാണുന്നത്. ഈവൻ നിങ്ങളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളും ഇപ്പോൾ ആ ഒരു ഇമോഷണൽ ലെവലിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളും അങ്ങനെ വളരെ റൊമാൻറ്റിക്കായിട്ടോ ഒരു എന്താ പറയുക ആ ഒരു തരത്തിലല്ല നിങ്ങളും ഇപ്പോൾ. ഓക്കെ, അവരും അതേപോലെ ഒരു പ്രാക്ടിക്കൽ ലെവലിലാണ് എനിക്ക് കാണുന്നത്. അതായത് വളരെ ശരിക്കും നമ്മൾ പറയില്ലേ, അല്ലാതെ വെറുതെ ചുമ്മാ ഒരു കളിതമാശയോ ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴും ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ശരിയാക്കാം, സോറി പറയുക, അങ്ങനത്തെ ഒരു എനർജിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ വളരെ പ്രാക്ടിക്കലായ ഒരു അപ്രോച്ചാണ് ഇവിടെ കാണുന്നത്. ഇമോഷൻസ് ഇവിടെ കുറവാണ്, ബട്ട് അത് നല്ലതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ട ഇമോഷൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹമില്ല എന്നല്ല അർത്ഥം. ആ സ്നേഹത്തിന് ഒരു കുറച്ചുകൂടി സീരിയസ്നെസ് കൊടുക്കുക എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഓക്കെ, ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എന്തായിരിക്കുന്നു? ഓക്കെ, ആക്ഷൻ മെസ്സേജസിൻ്റെ ആക്ഷൻ നമുക്ക് കാണുന്നുണ്ട്. മെസ്സേജ് വരും, കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്ത് നമുക്ക് 2 ആക്ഷൻസ് എന്ന രീതിക്ക് നോക്കാം. അവരുടെ ഭാഗത്തു നിന്ന് അവരെന്ത് ചെയ്യാനാണ് സാധ്യത? ഇവിടെ ആക്ഷൻ നൈറ്റ് ഓഫ് സോർട്സ്, 8 ഓഫ് കപ്സ്, 6 of swords, 4 of pentacles and okay good. See, അങ്ങനെ ഓവറായിട്ട് ഭയങ്കര എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു വലിയൊരു ഗ്രാൻഡ് ജസ്റ്റർ ഒന്നും നിങ്ങൾ കാണില്ല. ഓക്കെ, പക്ഷേ യെസ്, അവർ ഒന്ന് നിങ്ങളെ ചിലപ്പോൾ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. അവർ പലതും പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ചിന്താഗതികളെ ആയിരിക്കാം, അവരുടെ പേടികളെ ആയിരിക്കാം, ഫിയേഴ്സിനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് അവർ മാറി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഒരു ശ്രമം ഉണ്ടാവും. ആൻഡ് അവരിതുവരെ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഇതിവിടെ ഇപ്പോഴാണ് ഒരു കപ്സ് വന്നത്. ഓക്കെ, ഇപ്പോഴാണ് ഇമോഷൻസിൻ്റെ കാര്യം വന്നത്. ഒരല്പം ഓക്കെ, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഒരല്പം കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് അവർ കുറച്ചുകൂടി സ്നേഹത്തോടെ സംസാരിക്കുക. പക്ഷെ അത് ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നല്ല, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് അവർ കുറച്ചുകൂടി ജെനുവിൻ ആയിട്ടാണ് പറയുന്ന കാര്യങ്ങളിൽ ഒരു സിൻസിയറിറ്റി ഉണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവരുടെ മനസ്സൊന്ന് ചെറുതായിട്ട് ഓപ്പൺ ആവുന്ന പോലെ തോന്നും നിങ്ങൾക്ക്. കുറച്ചുകൂടി ഒരു എപ്പോഴും ഒരു ഇങ്ങനെ എല്ലാം അടക്കി വെച്ച് ഒന്നും തുറന്നു പറയാതിരിക്കുക, ഒന്നും വല്ലാതെ ഒരു റിയാക്ട് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ ആദ്യം എനിക്ക് ആക്ഷൻ എന്ന രീതിക്ക് ഇവിടെ ഒരു മെസ്സേജിൻ്റെ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. മെയിനായിട്ട് കുറച്ച് പേർക്ക് ട്രാക്ക് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് പെട്ടെന്നൊരു മീറ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. അല്ലാത്തവർക്ക് കൂടുതലും എനിക്കൊരു മെസ്സേജ് വരുന്നതും സംസാരിക്കുന്നതും അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊന്ന് സ്മൂത്ത് ആക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർ സ്റ്റേബിളായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഞാനിവിടെ ബാക്കി സിറ്റുവേഷൻസ് ഒന്നും പറയുന്നില്ല. വേറെ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, രണ്ടുപേരും സിംഗിൾ ആയിരിക്കാം, ഒരാൾ മാരീഡ് ഒരാൾ സിംഗിൾ, എന്തും സിറ്റുവേഷൻസ് ആവാം. ഞാൻ അതിനൊന്നും ഇവിടെ പറയുന്നില്ല. എന്നിട്ട് അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, ഫീലിങ്സ് എന്ന രീതിക്കാണ്. ലെറ്റ്സ് സീ ഗൈഡൻസ് ആയിട്ട്. റെസ്പെക്റ്റ്, obstacles, bond, illusion, trust. Good. ഓക്കെ, സി ആദ്യത്തെ കാര്യം റെസ്പെക്റ്റ് ആണ് പറയുന്നത്. റെസ്പെക്ട് യുവർ റിലേഷൻഷിപ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ പരസ്പരമുള്ള ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വരും. സി അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ നിൽക്കാൻ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണും ഒരു മെച്യൂരിറ്റി വരുന്നതായിട്ട്. ഓക്കെ, പരസ്പരം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങണം. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഐ തിങ്ക് വേണ്ട ഒരു 2 കാര്യങ്ങൾ ഞാനെപ്പോഴും പറയാം. ഫ്രണ്ട്ഷിപ്പ് വേണം. ഓക്കെ, ഇല്ല ഒരു എന്താ പറയുക, വെറും ഒരു റൊമാൻറ്റിക് മാത്രം പോരാ, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. പിന്നെ പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടാവണം. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഉണ്ട് ഒരുപാട്, ഞാൻ ജസ്റ്റ് 1-2 പറഞ്ഞു മാത്രം. ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോയൽറ്റി അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷേ ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് റെസ്പെക്റ്റ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒരു വ്യക്തിയെ അവർ എന്തൊക്കെ ചെയ്താലും ശരി,
ഓക്കെ, അവരുടെ ഒരു നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഇപ്പം ഇത് നിങ്ങൾ പരസ്പരം മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവർ ഇങ്ങോട്ടും. ഓക്കെ, കാരണം നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യാൻ പോവുക, ആ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു പേഴ്സണെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരു മെച്യൂരിറ്റിയോടെ നിങ്ങളുടെ ലൈഫ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരത് കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് വേണ്ടത്. അങ്ങനെ തോന്നുമ്പോഴാണ് ഓക്കെ നമുക്കൊരു ലൈഫ് പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഈ പേഴ്സണിനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് അവർ അപ്പോഴേ ചിന്തിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടും എന്താ വിളിച്ചില്ല ആ കംപ്ലൈൻറ്റും ഇതും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അവർ തോന്നും എന്താണിത്, ഒരു സമാധാനമില്ലാത്ത ഇങ്ങനെ ഒരു ലൈഫ് എന്താ കാര്യം എന്ന് അവർ ചിന്തിച്ചു പോകും. ഓക്കെ, സോ മനസ്സിലാക്കുക ഡിഫറൻസസ് എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും വിട്ടു കൊടുക്കണം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. യു ചൂസ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ്, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആ പേഴ്സൺ ഒരു ലിമിറ്റിനപ്പുറം നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അത് വിട്ടേക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ പിന്നെ അവിടെ നിങ്ങൾ മനസ്സിൽ നിന്ന് സ്നേഹം എടുത്ത് കളയാനല്ല ഞാൻ പറയുന്നത്, ബട്ട് നിങ്ങളൊരു ഡിസ്റ്റൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അവിടെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ലുക്ക് ഫോർ വേസ് അറൗണ്ട് ദ ഒബ്സ്റ്റക്കിൾസ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. യെസ്, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലേ, എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്താ വഴി എന്ന് ചിന്തിക്കാൻ ആക്ച്വലി കഴിയും, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റും, ഒബ്സ്റ്റക്കിൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റും. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാം. ഓക്കെ, മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുക. ചിലവരുടെ നേച്ചർ ഉണ്ടാവും, ചിലവർക്ക് നേച്ചർ തന്നെ ചിലപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്ന നേച്ചർ ഉണ്ടാവില്ല. ഓക്കെ, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന നേച്ചർ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളും പറയാൻ പഠിക്കുക കേട്ടോ. ഓക്കെ, അതൊരിക്കലും മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട. ഇനി ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ്. ആൻഡ് ലവ് ബോണ്ട് ഗ്രോ സ്ട്രോങ്ങർ ഓവർ ടൈം. ഓക്കെ, നമ്മൾ ഓരോ കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കി വരിക. അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇത്രയും കാലം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ പലതും മനസ്സിലാക്കി വന്ന് ഇനി ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ ആക്ച്വലി ആ ബോണ്ട് നമ്മുടെ സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുക. നമ്മളവിടെ എന്താ പറയുക, ഒരു ഗിവ് അപ്പ് ചെയ്താൽ കഴിഞ്ഞു, ഓക്കെ, തീരും. ഓക്കെ, പക്ഷേ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, കുറച്ചുകൂടെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ ശ്രമിച്ചാൽ, പരസ്പരം ഇതാക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ ഇല്യൂഷൻ, അവോയ്ഡ് ദ ട്രാപ്പ് ഓഫ് മിസ്റ്റേക്കിംഗ് എ ഫാൻറ്റസി ഫോർ എ ട്രൂ സോൾ കണക്ഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം ഏതാണ് ഇല്യൂഷൻ, ഏതാണ് ശരിക്കുമുള്ള റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് കാണുന്നത്. അതേ നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ ആണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഐ തിങ്ക് നിങ്ങളും വെറും ഒരു റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ വെറും സിനിമയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിനെ പറ്റി കൂടി ചിന്തിച്ച് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലവരത് പല കാര്യങ്ങളും മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടാവും. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ഇല്യൂഷൻ്റെ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, മായകളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഓക്കെ, റിയാലിറ്റിയിൽ ജീവിക്കാൻ പഠിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആൻഡ് എനിവേ അതുകൊണ്ട് തന്നെ ഈ ബോണ്ടൊക്കെ സ്ട്രോങ് ആവുകയുള്ളൂ, അല്ലാതെ ശരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല. അത് മനസ്സിലാക്കുക. ആൻഡ് ട്രസ്റ്റ്, വി നീഡ് ടു ഹാവ് ട്രസ്റ്റ് ഇൻ എ റിലേഷൻഷിപ്പ് ഇൻ ഓർഡർ ഫോർ ഇറ്റ് ടു ഫ്ലറിഷ്. ഞാൻ നേരത്തെ പറഞ്ഞു ട്രസ്റ്റിൻ്റെ കാര്യം. യെസ്, നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. ബിൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് അൺബ്രേക്കബിൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ അതിന് അത്ര എളുപ്പമല്ല. പരസ്പരം മനസ്സിലാക്കി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ഷൻ വൈസ് എനിക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയ മെസ്സേജോ കാര്യങ്ങളോ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിൻ്റെ ഒപ്പം തന്നെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.